യോഗത്തിൻ്റെ അധ്യക്ഷ, പ്രിൻസിപ്പൽ, യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കോട്ടയം ജില്ലാ പോലീസ് മേധാവി ശ്രീ സാബു മാത്യു IPS, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, ഈ പ്രോഗ്രാം കാണുന്നതിനും ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ടീച്ചേഴ്സ്, അനധ്യാപകർ, പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു ആങ്സൈറ്റി ഉണ്ടാവും. ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, എന്ത് കേൾക്കാനാണ് വന്നിരിക്കുന്നത്, അല്ലേ? എന്തിനാണ് ഞങ്ങൾ ഈ അവയർനെസ് ഒക്കെ കേൾക്കുന്നത് എന്നൊരു ചിന്ത നിങ്ങൾക്ക് പലർക്കും ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ഇൻറ്ററാക്ട് ചെയ്യാതെ, ഒരു ഐസ് ബ്രേക്കിംഗ് ഇല്ലാതെ ഇരിക്കുന്ന ഒരു ഇതാണെന്ന് തോന്നുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വേദിയിൽ വന്നപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്നൊരു ഡോപ്പമിൻ സെർജ് ഉണ്ടായി. എന്താണെന്നറിയോ? നിങ്ങൾ വാഴ 2 സിനിമ കണ്ടാണോ? വാഴ 2 ആണാണോ? അതിലെ SI ആണ് അവിടെ ഇരിക്കുന്നത്, അല്ലേ? ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ? അപ്പോൾ ഇതുപോലൊരു സെലിബ്രിറ്റിയുടെ കൂടെ ഒരു വേദി പങ്കിടാൻ അവസരം കിട്ടിയത് തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മോട്ടിവേഷനായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം എനിക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മോട്ടിവേഷൻ മാത്രം മതി. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒബ്സർവ് ചെയ്യണം. സിനിമ മാത്രം കണ്ടാൽ പോരാ, സിനിമയിൽ അഭിനയിച്ചവരെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് ഈ അവയർനെസ് സെഷൻസ് ഒക്കെ കൊടുക്കുന്നത്? സർക്കാർ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ്, ആരോഗ്യം, ഹെൽത്ത്, പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റ് സർക്കാർ ഇതര സംഘടനകൾ, NGOs, മീഡിയ ഹൗസസ്, പിന്നെ പേരൻസ്, ടീച്ചേഴ്സ്, ഇവരെല്ലാം ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആണ്. എന്നുവെച്ചാൽ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവമല്ല ഇത്. മയക്കുമരുന്നിൻ്റെ വ്യാപനവും ഉപയോഗവും വിപണനവും ഒക്കെ ഒരു വ്യക്തിയിൽ നിന്ന് മാത്രം തുടങ്ങുന്നതല്ല. അത് അവരുടെ കുടുംബത്തിലേക്കും, ആ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്കും, സമൂഹത്തിൽ നിന്ന് രാജ്യത്തിൻ്റെ തന്നെ ആരോഗ്യത്തിലേക്കും സമ്പദ്ഘടനയെ വരെ പ്രതികൂലമായി ബാധിക്കുന്നു, അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾക്കെല്ലാം ടെൻഷനുള്ളത്? ആണോ? അതെ. അപ്പോൾ അത് എന്തുകൊണ്ട് അവയർനെസ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ഏത് തരത്തിലുള്ള അവയർനെസ് ആണ് വേണ്ടത് എന്നുള്ള ഒരു ചോദ്യം കാലാകാലങ്ങളായിട്ടുണ്ട്. ഇപ്പം നമുക്ക് അറിയാം, അറിവ്, വിവരം, ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്, വിവരം. അതിനപ്പുറത്തേക്ക് നോളജ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. എന്താ അത്? അറിവ്. അതിനപ്പുറത്തേക്ക് വിസ്ഡം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതെന്താ? വിവേകം. കേട്ടുണ്ടോ? ഇൻഫർമേഷൻ, നോളജ്, വിസ്ഡം. ഇപ്പം നമ്മൾ പല കാര്യങ്ങളെയും ഇൻഫർമേഷൻസിൻ്റെ നോളജായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ശരിയാണോ? ഇപ്പം ഞാൻ പറയുകയാണ്, ഇന്ന് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ പത്രം വായിച്ചു കഴിഞ്ഞപ്പം കേരളത്തിൽ പൊതുവെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു വാർത്ത. അതെന്താണ്? ഇൻഫർമേഷനാണോ, അറിവാണോ, വിസ്ഡമാണോ? പറ. ഇൻഫർമേഷൻ അല്ലേ? ഒരു റോ ഇൻഫർമേഷനാണ്. അതിൽ കൂടുതൽ അതിനകത്തുനിന്നൊന്നും എടുക്കാനില്ല, അല്ലേ? പക്ഷേ അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അറിവ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അറിവ് വെച്ചൊന്ന് നോക്കാം. നമുക്ക് പുറത്തിറങ്ങി നോക്കാം. എങ്ങനെയുണ്ട്? ക്ലൗഡി ആണോ എന്ന് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും മഴയുടെ സാധ്യതയുണ്ടോ, അല്ലേ? പ്രഷർ എങ്ങനെയുണ്ട്? ഹൈ പ്രഷറാണോ, ലോ പ്രഷറാണോ? ലോ പ്രഷറാണെങ്കിൽ കാറ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കും, അപ്പോൾ മഴയ്ക്ക് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഉണ്ടോ? ഇതൊക്കെ നമ്മുടെ അറിവാണ്, അല്ലേ? ആ ഇൻഫർമേഷൻ അതൊന്നും നമ്മൾ അറിവിലേക്കാണ് വന്നത്. പിന്നെ നമ്മൾ നോളജിലേക്ക് വരും, വിസ്ഡത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ പുറത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുമ്പം, എന്തായാലും മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഉച്ചയ്ക്ക് മുമ്പേ മഴ പെയ്തില്ലായിരിക്കും, ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്താലും എന്നാൽ കുടയെടുത്തേക്കാം, അല്ലേ? അപ്പം നിങ്ങളുടെ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന, ഡിസിഷൻ മേക്കിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിസ്ഡം. അപ്പം അവയർനെസ് സെഷൻസിൽ ഈ തരത്തിലുള്ള നോളജും വിസ്ഡമും ഒക്കെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അതിനാണ് നമ്മൾ എന്ത് സ്വീകരിച്ചിരിക്കുന്നത്? നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ എവിഡൻസ് ബേസ്ഡ് തിങ്കിങ്. അതിനാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 51A(h) പറയുന്നത് സയൻറ്റിഫിക് ടെമ്പർ. അറിയാവോ? വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി ഇന്ത്യൻ സിറ്റിസൺ ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ. വായിച്ചിട്ടുണ്ടോ? ഇല്ല. ദ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി, മോഡേണിസം ആൻഡ് ഹ്യൂമനിസം. എന്ന് വെച്ചാൽ നിങ്ങൾ ശാസ്ത്രീയമായ മനോവൃത്തി, ശാസ്ത്രീയ മനോഭാവം അത് ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ അന്വേഷണാത്മകത ഡെവലപ്പ് ചെയ്യണം, സ്പിരിറ്റ് ഓഫ് എൻക്വയറി. ഹ്യൂമനിസം ഡെവലപ്പ് ചെയ്യണം, മാനവികത ഡെവലപ്പ് ചെയ്യണം, റിഫോം ഡെവലപ്പ് ചെയ്യണം. എന്താണ്? പരിഷ്കരിക്കാനുള്ള സന്നദ്ധത ഡെവലപ്പ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളോട് ഇങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പം ആ ബാധ്യതയിൽ നിന്നാണ്
കേരളത്തിൻ്റെ സർക്കാരായാലും കേരളത്തിലെ മറ്റ് പൗരസമൂഹമായാലും ഈ അവയർനെസ് പോലൊരു സെഷൻ ഇത്ര പ്രാധാന്യത്തോടു കൂടി നമ്മളുടെ മുമ്പിലേക്ക് വെക്കുന്നത്? നിങ്ങൾക്കറിയാം, യു ആർ ട്രാവലിംഗ് ത്രൂ യുവർ അഡോളസൻസ് അല്ലേ? കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വിമുക്തി എന്ന് പറഞ്ഞ വിങ്ങുണ്ട്. കേരള എക്സൈസിൻ്റെ അവയർനെസ് വിങ്ങാണ്, ബോധവൽക്കരണ വിങ്. ഈ വിങ്ങിന് ഒരു സിംഗിൾ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു അവയർനെസ് സെഷൻ അല്ല. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലോങ് ടേം വിഷനുള്ള ചൈൽഡ്ഹുഡിൽ നിന്ന് തുടങ്ങി അഡോളസൻസിൽ കൂടെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ അഡോളസൻസിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ബ്രെയിനാണ് ഏറ്റവും വൾണറബിൾ ബ്രെയിൻ. കേട്ടിട്ടുണ്ടോ? അറിയാവോ? കാര്യം നിങ്ങൾ ഏകദേശം ഒരു 23 വയസ്സാകുമ്പോഴാണ് നിങ്ങളുടെ ബ്രെയിനിൻ്റെ പൂർണ്ണമായ ഡെവലപ്മെൻറ്റ് എത്തുന്നത്. അതിനുള്ളിൽ നിങ്ങൾക്ക് പല പല വീഴ്ചകൾ സംഭവിക്കാം, പല തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ അതൊക്കെ നമ്മുടെ തിരിച്ചറിവ് കൊണ്ട് മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ തലച്ചോറിനകത്ത് കുറേ ന്യൂറോൺസ് ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾക്ക് ഏകദേശം 86 ബില്യൺ ന്യൂറോൺസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ ന്യൂറോൺസിനൊക്കെ കണക്ഷൻ വീഴുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കറണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ പോസ്റ്റ് ഇടത്തില്ലേ? നമ്മളിങ്ങനെ അവിടുന്ന് ഇവിടം വരെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കിട്ടുമോ? ഇല്ല. പക്ഷെ എന്ത് ചെയ്യണം? ലൈൻ വലിക്കണം അല്ലേ? സ്കൂളിലെ ലൈനല്ല, അല്ലാതെ ലൈൻ ഇലക്ട്രിസിറ്റി ലൈൻ വലിക്കണം. ആ ലൈൻ വലിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കണക്ഷൻ വീഴുന്നത്. അപ്പം നമ്മുടെ ബ്രെയിനകത്ത് ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കണക്ഷൻസ് എല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മുടെ അറിവിൽ നിന്നും നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നൊക്കെയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പഠിക്കുന്ന +1 +2 ലെവലിലുള്ള പുസ്തകങ്ങളിലെ ആ സിലബസാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരീക്ഷയായ ഈ UPSCയുടെ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിൻ്റെ ടോപ്പിക്സ്. പ്രിലിമിനറി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേപ്പറിൽ ഇതിന് പുറത്തുള്ള ഒരു ചോദ്യങ്ങളും ഇല്ല. അപ്പം നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങളുടെ മിനിമം നോളജ്, മിനിമം വിസ്ഡം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പഠനമായിരിക്കണം നിങ്ങളിവിടെ പഠിക്കേണ്ടത്. ശരിയല്ലേ? അപ്പം നിങ്ങളുടെ ബേസ് ഇതാണ്, ഈ ബേസാണ്. അപ്പം നിങ്ങളിവിടെ അറിവ് ബിൽഡ് ചെയ്യണം. ഈ അറിവ് എന്താണ് വേണ്ടത്? അറിവ് ബിൽഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളെ നിയന്ത്രിക്കുന്ന ഏറ്റവും മെയിനായിട്ടുള്ള നിങ്ങളുടെ ഓർഗനാണ് നിങ്ങളുടെ ബ്രെയിൻ. ആ ബ്രെയിനിനെ പറ്റി നിങ്ങൾ പഠിക്കണം. ഓക്കെ. ബ്രെയിൻ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? ഓക്കെ. നമ്മൾ ഉറക്കത്തിൻ്റെ ഏതോ ഒരു സമയത്തല്ലേ നമ്മൾ സ്വപ്നം കാണുന്നത്. ഈ ഉറക്കത്തിന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐസ് ബ്രേക്കിങ്ങിന് വേണ്ടി പറയാണ്. ഉറക്കത്തിന് 2 സൈക്കിളുണ്ട്. നോൺ റെം സൈക്കിൾ ആൻഡ് റെം സൈക്കിൾ. നോൺ റെം എന്ന് പറഞ്ഞാൽ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്. ആ സൈക്കിളിൽ നിങ്ങളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി വളരെ സ്റ്റേബിളായിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ നിൽക്കുകയായിരിക്കും. പക്ഷേ റെം സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സൈക്കിളുണ്ട്. റെം സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഐ മൂവ്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ആ ഉറക്കം നിങ്ങളുടെ വളരെ ഗാഢമായ ഉറക്കമായിരിക്കും. ആ ഉറക്കത്തിൽ നിങ്ങളുടെ കൃഷ്ണമണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഏകദേശം നമ്മുടെ ഉറക്കം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേക്കുന്നിടം വരെ നോൺ റെം സൈക്കിളും റെം സൈക്കിളും കൂടെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഏകദേശം ഒരു 2 മണി ടു 5 മണി 5:30 സമയത്തൊക്കെയാണ് നമ്മൾ റെം സ്ലീപ്പിൽ ഓടുന്നത്. നമ്മുടെ ഗാഢമായ നിദ്രയാണ്. ആ നിദ്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി ആർ വെരി നിയർ ടു കോൺഷ്യസ്നെസ്. ബോധാവസ്ഥയിലെ ഏറ്റവും അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെ തട്ടിയെ കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേക്കും അല്ലേ? ഉറക്കം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തട്ടിയാൽ നമ്മൾ എഴുന്നേക്കത്തില്ലേ? അത് ഈ റെം സ്ലീപ്പാണ്. ഈ റെം സ്ലീപ്പിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ ബ്രെയിൻ എത്ര ഇൻ്റലിജൻ്റ് ആണെന്ന് അറിയണമെങ്കിൽ ഞാൻ പറയുകയാണ്. നമ്മൾ ഉറക്കത്തിൽ പലതരത്തിലുള്ള സ്വപ്നം കാണും. അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കാണും അല്ലേ? നമ്മൾ വെള്ളത്തിൽ ചാടുന്നതും അല്ലെങ്കിൽ ഓടുന്നതും ഒക്കെ കാണും. പക്ഷേ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഓടാറുണ്ടോ? നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാറുണ്ടോ? ഇല്ല. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ സർവൈവലിന് വേണ്ടി നിങ്ങളുടെ ബോഡിയെ യാതൊരു തരത്തിലും ഇഞ്ചുറി ചെയ്യരുത് എന്ന് ഉറപ്പുള്ളതായതുകൊണ്ട് നിങ്ങളുടെ ബ്രെയിൻ പാരലൈസ് ചെയ്യും. മനസ്സിലായോ? ആ പാരലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാതെ വരുന്നത്. ഓക്കെ. അതാണ് നിങ്ങളുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി. ആ ബ്രെയിൻ അത്ര ഇൻ്റലിജൻ്റ് ആകുമ്പോൾ തന്നെ ബ്രെയിന് ചില ഇൻഹറൻ്റ് ആയിട്ടുള്ള ചില ഫാലിബിലിറ്റീസ് ഉണ്ട്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ട്രിക്ക് ചെയ്യാൻ പറ്റും ബ്രെയിനിന്. ഞാനീ പറയുന്ന അഡിക്ഷൻ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ അഡിക്ഷൻ ആയിരിക്കും അല്ലേ? മൊബൈൽ ഫോൺ അഡിക്ഷൻ. അത് കുറേ നാളുകളായിട്ട് ഇങ്ങനെ തുടർന്ന് വരുന്നതാണ്. അതിന് പുറത്ത് വേറെ അഡിക്ഷൻസ് ഉണ്ട്. ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സിൻ്റെ അഡിക്ഷൻസ് ഉണ്ട്. അതിന് പറയുന്ന പേര് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്നാണ്. സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ. ആ സാധനം വളരെ വ്യാപകമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിനിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, പുറത്തുനിന്ന് ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആദ്യമായിട്ട് ഒരു ടോക്സിക് സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ ബ്രെയിൻ അതൊരു ടോക്സിക് ആയിട്ടാണ് കാണുന്നത്. അതിനെ എത്രയും പെട്ടെന്ന് പുറത്ത് കളയാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസും ഇതിനെ പുറത്ത് കളയുക എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ.
അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ ഒരു ഇൻടോക്സിക്കൻ്റ് ഡ്രഗ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് മെറ്റബോളിസം ബ്ലോക്ക് ആവും. ന്യൂട്രീഷൻ, നമ്മുടെ ഉറക്കം, എല്ലാ കാര്യങ്ങളും അത് ബ്ലോക്കായിട്ട് ഈ സാധനത്തിനെ പുറത്ത് കളയാനുള്ള ടെൻഡൻസി ആയിരിക്കും നമ്മുടെ ബ്രെയിൻ ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ച് നാൾ കൂടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് എക്സ്പോഷർ വന്നു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ വിചാരിക്കും ഇത് നോർമലാണെന്ന്. ഓക്കെ, അപ്പം നമ്മൾ എന്തായി, നമ്മുടെ ബ്രെയിൻ അവിടെ പറ്റിക്കപ്പെട്ടു. അപ്പം നമ്മൾ റിപ്പീറ്റഡായിട്ട് എക്സ്പോഷർ കൊടുത്തു കഴിയുമ്പം ഈ ബ്രെയിൻ അവിടെ ഡിസെപ്റ്റഡായി. അപ്പോൾ അതുകൊണ്ട് അതുപോലത്തെ കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ബ്രെയിൻ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, വളരെ സമയം കുറവാണ്, എനിക്ക് മെസ്സേജ് വന്നു. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ചെയ്യാനുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. UPSC ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ +1 +2 സിലബസ് ആണ്. അപ്പോൾ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു ബി വൺ ഓഫ് ദി മോസ്റ്റ് ബ്രൈറ്റ് സിവിൽ സർവൻസ് ഇൻ ദ കൺട്രി. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. 2, നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റ് ഉണ്ട്, ക്വാളിറ്റി ഓഫ് ലൈഫ്. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കുറേ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറേ ഡ്രസ്സ് ഇടുന്നതോ കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നതോ കുറേ വീട് വെക്കുന്നതോ ഒന്നുമല്ല. ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ശരിയായ ഭക്ഷണം, ശരിയായ സ്ലീപ്പ്, ശരിയായ എക്സസൈസ്, ശരിയായ സൗഹൃദം, ശരിയായ പഠിത്തം, ഇതൊക്കെയാണ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്. അപ്പം നമ്മുടെ ജീവിതത്തിലെ ക്വാളിറ്റി ഓഫ് ലൈഫ് ബിൽഡ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സഹായിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു അറബി കഥയാണ്. അതിപ്പോൾ ഈ അടുത്ത് ഞാൻ കേട്ടതാണ്. അതായത് കുറേ സഞ്ചാരികൾ ഇങ്ങനെ മണലാരണ്യത്തിൽ കൂടെ നടക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിൽ അവരുടെ എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണ് അവർ നടന്നു പോകുന്നത്. അപ്പോൾ അവരിങ്ങനെ കാടും മലയും ഒക്കെ താണ്ടി കുറേ ദൂരത്ത് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പം രാത്രിയായി. ഇവരുടെ കയ്യിൽ വേറെ ഒന്നുമില്ല, ഒരു ഭാണ്ഡം മാത്രമേ ഉള്ളൂ. ആ ഭാണ്ഡത്തിനകത്ത് കുറച്ച് റൊട്ടിയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ഇവർ നടന്നു പോകുമ്പം മുമ്പിൽ നടന്ന ആൾക്കാർ എല്ലാവരുടെയും കാലിൻ്റെ അടിയിൽ ഭയങ്കര കൂർത്ത കല്ല് കൊണ്ട് കയറി. ഇവർക്ക് ഒന്നാമതേ നടന്ന് ക്ഷീണിച്ചാണ് ഇവർ വരുന്നത്. ഈ കൂർത്ത കല്ല് കൊണ്ട് കയറി കുറച്ച് പേര് കാലിങ്ങനെ എടുത്ത് നോക്കിയപ്പം നല്ലതായിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ട്, ചോര വരുന്നുണ്ട്. അവർ കുറച്ച് റെസ്റ്റ് ചെയ്തു. അതിലേറ്റവും അവസാനം വന്ന ആൾ മാത്രം ആ രണ്ട് കല്ലെടുത്ത് അയാളുടെ ബാഗിലിട്ടു. ഓക്കെ, 2 കല്ലെടുത്ത് ബാഗിലിട്ടു. ഈ ബാഗിലിട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഈ ഫ്രണ്ടിൽ പോയ ആൾക്കാരൊക്കെ ചോദിച്ചു, നിന്റെ കാലിനെ മുറിച്ച കല്ലല്ലേ, നീ എന്തിനാ അത് എടുത്തിട്ടിരിക്കുന്നത് ബാഗിൽ? അപ്പോൾ അയാൾ പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് ശേഷം ഇതുവഴി നടന്നു വരാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ആൾക്കാരുടെ കാലിൽ ഒരു മുള്ളു പോലും തറയ്ക്കാതെ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ എൻ്റെ തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ കല്ലെടുത്ത് മാറ്റി വെച്ചത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനടക്കം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഇനി വരുന്ന തലമുറ, മുൻപുള്ള തലമുറകൾ ഞങ്ങൾക്ക് ഒരുപാട് വെളിച്ചം തന്നിട്ടുണ്ട്. ആ വെളിച്ചത്തിൻ്റെ പുറത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. ആ വെളിച്ചം മുൻപോട്ട് കൊടുക്കാൻ വേണ്ടി ഇനി വരുന്ന തലമുറയ്ക്ക് എല്ലാ രീതിയിലുമുള്ള സഹായങ്ങളും ചെയ്ത് ഒരു കല്ല് പോലും അവരുടെ ഒരു കാലിൽ കൊള്ളാതെ അവർക്ക് സുരക്ഷിതമായി നടന്നു പോകാനുള്ള വഴി ഉണ്ടാക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ എന്നീ പ്രോസസ്സുകൾ കൂടെ ഈ സിവിക് സൊസൈറ്റി ഗ്രൂപ്പുകളെല്ലാം കൂടി ചേർന്ന് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എല്ലാ രീതിയിലുള്ള സൗകര്യം ഒരുക്കി ജനം TV-ക്ക് എല്ലാ രീതിയിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഇവിടെ വന്ന് സംസാരിക്കാനും ഇതുപോലൊരു സെലിബ്രിറ്റിയെ കാണാനും അദ്ദേഹത്തിനോട് വേദി പങ്കിടാനും കട്ടിയ ആ ഒരു ഡോപ്പമിൻ സർജിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നോക്കി നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് വേണ്ട അറിവ് മാത്രമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ആ അറിവുണ്ടായി, നിങ്ങളുടെ നിലപാടുകളുണ്ടായി, നിങ്ങളുടെ ബോധ്യങ്ങളുണ്ടായി, നിങ്ങൾ ഏറ്റവും മികച്ച സിറ്റിസൺസായിട്ട് വളർന്നു വരാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. താങ്ക് യു.